ഹായ് ഗൈസ്, എല്ലാവർക്കും പി എസ് സികളിലേക്ക് സ്വാഗതം. നമ്മുടെ 10th പ്രിലിംസ് ചലഞ്ചിൻ്റെ 9ാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 71/2022 ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ നടന്ന 10th പ്രിലിംസ് 2022 സ്റ്റേജ് 4ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് കൂടിക്കോളൂ ഗൈസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2019 WHO ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതയായ ഇന്ത്യൻ വനിത ആരാണ്? ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം സൗമ്യ സ്വാമിനാഥനാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഡോക്ടർ കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിന്റെ ഘടന എപ്രകാരമാണ്? കസ്തൂരി രംഗൻ സമിതി സമർപ്പിച്ചത് 5+3+3+4 എന്ന ഘടനയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഏതാണ്? 500 രൂപ നോട്ടിൽ ഏതാണ്? ചെങ്കോട്ടയാണുള്ളത്. നമുക്ക് നോട്ടുകളിൽ ഉള്ള ഏതെല്ലാം ചിഹ്നങ്ങളാണെന്ന് നോക്കിയാലോ? 10 രൂപ നോട്ടിൽ കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണുള്ളത്. 20 രൂപ നോട്ടിൽ എല്ലോറ ഗുഹകളാണ്. 50 രൂപ നോട്ടിൽ ഹംപിയാണ്. 100 രൂപ നോട്ടിൽ റാണി കി വാവാണ്. 200 രൂപ നോട്ടിൽ സാഞ്ചി സ്തൂപമാണ്. 2000 രൂപ നോട്ടിൽ മംഗൾയാനാണ്. 500 രൂപ നോട്ടിൽ ചെങ്കോട്ടയാണ്. സാഞ്ചി സ്തൂപം ഏതിലാണ്? 200 രൂപ നോട്ടിലാണ്. ഹംപി 50 രൂപ നോട്ടിലാണ്. മംഗൾയാൻ 2000 രൂപ നോട്ടിലാണ്. ചെങ്കോട്ട 500 രൂപ നോട്ടിലാണ്. 2024 ഒളിമ്പിക്സ് വേദി ഏതായിരുന്നു? 2024 ഒളിമ്പിക്സ് വേദി പാരീസ് ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി ഏതാണ്? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി മൃതസഞ്ജീവനിയാണ്. യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് മാതൃഭാഷാ ദിനം? ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണ് ലോകായുക്ത. നിലവിൽ സംസ്ഥാനത്തെ ലോകായുക്ത ആരാണ്? ഇപ്പോഴത്തെ സംസ്ഥാനത്തെ ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് എൻ അനിൽകുമാർ ആണ്. ആരാണ്? ജസ്റ്റിസ് എൻ അനിൽകുമാർ ആണ്. ഇവിടെ ഓപ്ഷൻ എ ആയിരുന്നു ആ സമയത്തുള്ള ഉത്തരം. എന്താണ് ലോകായുക്ത? ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായിട്ട് സംസ്ഥാന തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ളതാണ് ലോകായുക്ത. ഇപ്പോഴത്തെ ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് എൻ അനിൽകുമാർ. അടുത്ത ക്വസ്റ്റ്യൻ, 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇംഗ്ലണ്ടാണ്. 2026 ICC മെൻസ് T20 വേൾഡ് കപ്പ് ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന അഥവാ നാറ്റോ രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4 ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ? ശരിയാണ്. നാറ്റോ രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4 ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇത് 3 പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2022 രാജ്യത്തെ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം നേടുന്നതിനായി 2015 ജൂൺ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി ആവാസ് യോജനയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഹിമാലയ പർവ്വതത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഇവയിൽ ഏറ്റവും തെക്ക് ഭാഗം സിവാലിക് ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? തിരമാലയിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് വിഴിഞ്ഞത്താണ് സ്ഥാപിക്കപ്പെട്ടത്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം.
ഇന്ത്യയുടെ കേന്ദ്ര ഭാഗമായിട്ടുള്ള നഗരം ഏതാണ്? ഇന്ത്യയുടെ കേന്ദ്ര ഭാഗമായിട്ടുള്ള നഗരം നാഗ്പൂർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്നത് കാവേരി നദിയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണ്? പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നറിയപ്പെടുന്നു. അപ്പോൾ പഴയ എക്കൽ നിക്ഷേപങ്ങൾ എന്താണ്? ഭംഗർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പുതിയ എക്കൽ നിക്ഷേപങ്ങൾ ഖാദർ എന്ന പേരിൽ അറിയപ്പെടുന്നു. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കുന്നതിനുള്ള കഴിവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ഇവിടെ തെറ്റാണ്. എക്കൽ മണ്ണിന് ഫലപുഷ്ടി കുറവാണ്. അതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. എക്കൽ മണ്ണിന് ഫലപുഷ്ടി കൂടുതലാണ്. ഇവിടെ 3ഉം 4ഉം പ്രസ്താവനകൾ തെറ്റാണ്. എന്നാൽ 1ഉം 2ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ഉത്തരം. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് മുംബൈയിലാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏതാണ്? ഏറ്റവും വലിയ ജലസേചന കനാൽ ഇന്ദിരാഗാന്ധി കനാലാണ്. പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഇവിടെ ഗുജറാത്ത് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. എന്നാൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു എന്ന് കമന്റ് ചെയ്യണേ ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് ഏതു വർഷമാണ്? വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005ലാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്തു നിന്നാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം 3ലാണ്. ഇന്ത്യൻ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകളാണുള്ളത്? ദേശീയ പതാകയിൽ എത്ര ആരക്കാലുകളാണുള്ളത്? 24 ആരക്കാലുകളാണ് അശോക ചക്രത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? 2022 അധ്യക്ഷനായിരുന്നത് ഓപ്ഷൻ എ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യയാണ്. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും ചൂഷണത്തിനെതിരെയുള്ള അവകാശവും സമത്വത്തിനുള്ള അവകാശവും മൗലിക അവകാശങ്ങളാണ്. എന്നാൽ സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത്? ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, ഇത് ആരുടെ പ്രഖ്യാപനമാണ്? ഓപ്ഷൻ ഡി ഭഗത് സിംഗ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? ഇവിടെ ഓപ്ഷൻ ഡി 1930 ഏപ്രിൽ 6 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്?
ഓപ്ഷൻ ഡി അരുണ ആസിഫ് അലിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അരുണ ആസിഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഗാന്ധിജിയാണ്. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് റാണി ഗൈഡിലിയുവിനെയാണ്. ഓപ്ഷൻ എ ശരിയായിട്ടുള്ള ഉത്തരം. താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ്? ഇവിടെ BR അംബേദ്കർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഗാന്ധിജി പങ്കെടുത്തത് ഏത് വട്ടമേശ സമ്മേളനത്തിലാണ്? 2ാം വട്ടമേശ സമ്മേളനത്തിലാണ്. ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏത് നിയമത്തിനെതിരായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗ് പ്രതിഷേധ സമരത്തിൽ ഒത്തുചേർന്നത്? ഇത് റൗലറ്റ് നിയമത്തിനെതിരെയാണ്. 1919 റൗലറ്റ് നിയമം വന്നത്. എന്തായിരുന്നു റൗലറ്റ് നിയമം? ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. ഇവയെല്ലാമായിരുന്നു റൗലറ്റ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിനെതിരെയാണ് ജാലിയൻ വാലാബാഗ് നടന്നത്. വിധിയുമായി ഒരു കൂടിക്കാഴ്ച. ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു ഇത്? വിധിയുമായി ഒരു കൂടിക്കാഴ്ച എന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗമാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ കൊന്നതിനാൽ വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ്? മൈക്കിൾ ഒ ഡയറിനെ വധിച്ചത് ആരാണ്? ഉധം സിംഗ് ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? യക്ഷഗാനം പ്രചാരത്തിലുള്ളത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതാണ്? കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? പാമ്പാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പലാണ്. പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമായിരുന്നു? പ്രാചീന തമിഴകത്ത് 5 തിണകളായിരുന്നു ഉണ്ടായിരുന്നത്. കുറിഞ്ചി, മരുതം, മുല്ലൈ, പാലൈ, നെയ്തൽ എന്നിങ്ങനെ. കുറിഞ്ചി മല അല്ലെങ്കിൽ മലയോരങ്ങളായിരുന്നു. മുല്ലൈ എന്ന് പറയുന്നത് പുൽമേടുകളാണ്. മരുതം എന്ന് പറയുന്നത് വയലാണ്. പാലൈ എന്ന് പറഞ്ഞത് വരണ്ട പ്രദേശങ്ങളായിരുന്നു. നെയ്തൽ കടൽ പ്രദേശങ്ങളായിരുന്നു. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ്? നെയ്തലാണ്. അതുകൊണ്ട് തന്നെ തീരപ്രദേശം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. കൊടുങ്ങരം പള്ളംപുഴ ഏത് പ്രദേശവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കൊടുങ്ങരം പള്ളംപുഴ അട്ടപ്പാടിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയും ഏറ്റവും വലിയ ജില്ല ഇടുക്കിയുമാണ്. ഭാരത സർക്കാരിന്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി OM നമ്പ്യാറാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ആരാണ്? ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? പൊയ്കയിൽ കുമാര ഗുരുദേവനാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭനാണ്.
ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി വക്കം അബ്ദുൾ ഖാദർ ആണ്. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് ഏത് ഹോർമോണാണ്? ഇൻസുലിൻ ഹോർമോണാണ്. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O രക്തഗ്രൂപ്പാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വൈഡാൽ ടെസ്റ്റ് ഏത് രോഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വൈഡാൽ ടെസ്റ്റ് ടൈഫോയിഡിന്റെ നിർണയത്തിനാണ്. ഓപ്ഷൻ എ ആണ്. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികളാണുള്ളത്? മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ 24 അസ്ഥികളാണുള്ളത്. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് ഏത് ജീവകമാണ്? ജീവകം ഡി ആണ്. കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ pH മൂല്യം എത്രയാണ്? ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാസസ്ഥലത്തിനായിട്ട് മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? വാസസ്ഥലത്തിനായിട്ട് മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന ചെടികൾ എപ്പിഫൈറ്റുകൾ എന്ന പേരിലാണ് അറിയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂകാണ്ഡത്തിന് ഉദാഹരണം ഏതാണ്? ഇവിടെ ഭൂകാണ്ഡത്തിന് ഉദാഹരണമായിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ്. പയറുവർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ്? ജ്യോതിക, ലോല, മാലിക ഇവയെല്ലാം പയറുവർഗമാണ്. എന്നാൽ ഹരിത എന്നത് വഴുതനയുടെ വെറൈറ്റിയാണ്. ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ചന്ദ്രശങ്കര ചാവക്കാട് ഓറഞ്ച് ഇൻറ്റു വെസ്റ്റ് കോസ്റ്റ് ടോൾ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ലക്ഷദ്വീപ് ഓർഡിനറി ഇൻറ്റു ചാവക്കാട് ഓറഞ്ച് ആണെങ്കിൽ അത് ചന്ദ്രലക്ഷയാണ്. ചന്ദ്രഗംഗയാണെങ്കിൽ ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാ ബോന്തവുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാമാണ്? ഐസോടോപ്പുകൾക്ക് സെയിം ആയിട്ടുള്ള അറ്റോമിക് നമ്പർ ആയിരിക്കും, എന്നാൽ ഡിഫറെൻറ്റ് മാസ് നമ്പർ ആയിരിക്കും. ഇവിടെ ഏതെല്ലാമാണ്? 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെയാണ്? അലുമിനിയത്തിൻ്റെ അയിരാണ്. മൂലകങ്ങളെ അവയുടെ ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് മോസ്ലി ആണ്. അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ മെൻഡലിയേഫ് ആണ്. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ടോട്ടൽ 3 ആറ്റങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം ഏതാണ്? ബേക്കിംഗ് സോഡ സോഡിയം ബൈകാർബണേറ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഊർജത്തിന്റെ ഡയമെൻഷണൽ സമവാക്യം ഏതാണ്? ഊർജത്തിന്റെ ഡയമെൻഷണൽ സമവാക്യം mL² T⁻⁻² ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്രയാണ്? ജലത്തിന്റെ തിളനില എത്രയാണ് ഡിഗ്രി സെൽഷ്യസിൽ? 100 ഡിഗ്രി ആണ്. ഈ 100 ഡിഗ്രീനെ നമ്മൾ ഫാരൻഹീറ്റിലേക്ക് മാറ്റുന്നതിനായിട്ട് 9/5 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് +32 കൂട്ടിയാൽ മതി. ഫാരൻഹീറ്റിലേക്ക് മാറ്റുന്നതിന് സെൽഷ്യസ് സ്കെയിലുള്ളതിനെ ഇൻറ്റു 9/5 +32. അപ്പോൾ 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് ഏതിനാണ്? ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിത എന്തിനാണ്? ജലത്തിനാണ്. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ്?
ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഗുരുത്വബലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഗുരുത്വബലമാണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയതാണ്. മനുഷ്യൻ്റെ ശ്രവണ പരിധി ഏതാണ്? മനുഷ്യൻ്റെ ശ്രവണ പരിധി 20 ഹേർട്സ് മുതൽ 20,000 ഹേർട്സ് വരെയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ മാർക്ക് ചെയ്തു പോകാം. 1,00,000-ൽ എത്ര 1000 ഉണ്ട്? ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 82ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 83ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 84ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 85ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ട് വരുന്നതും ഓപ്ഷൻ എ ആണ്. 86ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 87ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 88ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 89ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 90ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 91ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 92ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 93ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 94ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 95ൻ്റെ ഓപ്ഷൻ എ. 96ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ സി. 97ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 98ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 99ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 100ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഗൈസ്.